എന്നെ സംബന്ധിച്ച് ഈ 25,050 25,200 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ആണ് മാർക്കറ്റിൽ കൂടുതൽ. ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റിംഗ് ടെക് ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ രക്ഷിക്കാനായിട്ട് സെബി പുതിയ കണ്ടുപിടുത്തമൊക്കെ ചെയ്തിട്ടുണ്ട് ലോട്ട് സൈസിൽ. നിഫ്റ്റിയുടെ ലോട്ട് സൈസ് 75 65 ആക്കുന്നു, ബാങ്ക് നിഫ്റ്റി 35 30 ആക്കുന്നു, മിഡ് ക്യാപ്പ് 140 120 ആക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ രക്ഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആക്ച്വലി ചെയ്യേണ്ടത് ലോട്ട് സൈസ് കൂട്ടിയല്ല ചെയ്യേണ്ടത് റീറ്റെയിലർ രക്ഷിക്കാൻ വേണ്ടി. കാരണം ഓപ്ഷൻസിൽ ആൾക്കാർ വരുന്നു, പൈസ കളയുന്നു എന്ന് പറഞ്ഞെങ്കിൽ ലോട്ട് സൈസ് കൂട്ടി അങ്ങ് 1000-ലോ 10,000-ലോ ആക്കേണ്ടതാണ് സെബി. അതിന് പകരം രക്ഷിക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നത് പുതിയതായിട്ട് താഴേക്ക് കൊണ്ടുവന്നത്. കാരണം സെബിയുടെ ടേൺ ഓവർ ഒക്കെ കുറഞ്ഞു. ഇപ്പൊ സെറോദയുടെ കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റിനെ അപേക്ഷിച്ച് ഈ വർഷത്തെ പ്രോഫിറ്റ് 1100 കോടി രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇതെല്ലാം ഒരു താഴേക്ക് വരുന്നത് കൊണ്ട് യുവമാർക്ക് അതൊക്കെ വെച്ച് ഒരു ബിഗ്ഗസ്റ്റ് സെല്ലിംഗ് ഒക്കെ എന്താണ്, ബ്രോക്കറുകൾക്ക് പ്രോഫിറ്റ് കുറയുന്നു, ഓട്ടോമാറ്റിക് സെബിയുടെ ടേൺ ഓവർ ചാർജസ് കുറയുന്നു, സെബി ചാർജ് ഉണ്ടല്ലോ അതൊക്കെ കുറയല്ലേ. അപ്പം അത് വീണ്ടും കൂട്ടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് സെബി ഇത് കൊണ്ടുവന്നത്. നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല കൊണ്ടുവന്നത്. ആക്ടിവിറ്റി എന്റെ ഒരു കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ സെബിയിൽ പുതിയ ലോട്ട് സൈസ് കുറയ്ക്കണത് തന്നെ ആക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയാണ്. ഇടയ്ക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, കഴിഞ്ഞ വർഷമൊക്കെ ആദ്യമൊക്കെ നിഫ്റ്റി 25 ലോട്ടായിരുന്നു. അപ്പൊ എന്തുമാത്രം ഓപ്ഷൻ ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ. ഒറ്റയടിക്ക് ലോട്ട് സൈസ് കൂട്ടി അവന്മാരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാതാക്കി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലോട്ട് സൈസ് കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സിന് വീണ്ടും പടിപുടിയിലേക്ക് കൊണ്ടുവരാനാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എന്റെ കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുക. സോ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈലിലെ റിപ്പോർട്ടിലേക്ക് കടക്കാം. സോ കഴിഞ്ഞ വീക്കിലി വൈസ് നോക്കുമ്പോൾ നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പാണ്. വീക്കിലി വൈസ് നിഫ്റ്റി നോക്കുന്ന സമയത്ത് നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വീക്കാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ POC വന്നിരിക്കുന്നത് 24,656 ഭാഗത്ത്. നമ്മൾ ഏറ്റവും ഹയസ്റ്റ് ക്ലോസിംഗിന്റെ ഭാഗത്താണ് ക്ലോസ് ആയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച വന്ന ആ സെല്ലിങ്ങിന്റെ ഭാഗത്തൊക്കെ മാർക്കറ്റ് ഹെവി ആയിട്ട് എടുത്തതിന് ശേഷം ആ ഒരു സിംഗിൾ പ്രിന്റ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. ഞാൻ അന്നത്തെ വീഡിയോ പറഞ്ഞ നിഫ്റ്റി 25,200 വരുന്നു എന്ന് പറഞ്ഞുള്ള വീഡിയോ ആയിരുന്നു. നിഫ്റ്റി എന്നെ സംബന്ധിച്ച് ഈ 25,050 25,200 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ആണ് മാർക്കറ്റിൽ കൂടുതൽ. കാരണം കുറെ ന്യൂസുകളൊക്കെ ഉണ്ട്. ഇന്ന് നമ്മുടെ HDFC ബാങ്കിന്റെ ഒരു ക്വാർട്ടർ ടു അഡ്വാൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. HDFC ബാങ്കിന്റെ ക്വാർട്ടർ ടു അഡ്വാൻസ് റിപ്പോർട്ട് പ്രകാരം അവർക്ക് ബിസിനസ് ഡെപ്പോസിറ്റ് റൈസ് ഉണ്ട്, അഡ്വാൻസസ് റൈസ് ഉണ്ട്. അങ്ങനെ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഡെപ്പോസിറ്റ് ഗ്രോത്ത് കൂടിയിട്ടുണ്ട്, അഡ്വാൻസ് ഗ്രോത്ത് കൂടിയിട്ടുണ്ട്, അവരുടെ കാസ റേഷ്യോ കൂടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള ബാങ്കിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും സംഭവിച്ച ഒരു ക്വാർട്ടർ 2 ആയിരുന്നു ഇപ്പൊ HDFC ബാങ്കിന്. അപ്പൊ HDFC ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയിലെ ഭീമൻ, നമ്മുടെ നിഫ്റ്റിയിലെ ഭീമൻ, എല്ലാത്തിന്റെയും ഭീമനാണ്. അപ്പൊ ഈ ഭീമൻ കൊടുക്കുന്ന ഒരു പോസിറ്റീവ് വേണമെങ്കിൽ നമ്മുടെ ബാങ്കിങ് സ്റ്റോക്കുകളെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ബാധിക്കാം. അത് നമ്മുടെ മാർക്കറ്റിന് ഒരു അപ്വേർഡ് റൈസ് മൂവ്മെന്റ് തരാനുള്ള ചാൻസ് ആയിരിക്കും ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് നിഫ്റ്റി 25,100 വരുമെന്ന് ഞാൻ പറഞ്ഞതിന്റെ ആൻസർ. അപ്പൊ നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് വീക്കാണ്. ഫെയിൽഡ് ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫെയിൽഡ് ഓപ്ഷൻ പ്രകാരം നിഫ്റ്റിയുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 25,019. ചുരുക്കി പറയുമ്പോൾ നിഫ്റ്റി 25,019 ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സ്പോട്ട് എന്തായാലും ഈ POC 25,060 അല്ലെങ്കിൽ 25,100 പറഞ്ഞ ഈ ഒരു റെഫറൻസ് ലെവലിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. അടുത്തത് നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി. നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നോക്കിയാലും ബാങ്ക് നിഫ്റ്റി ഒരു പക്ക ഒരു എന്തുവാണ്, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി എന്തൊരു കിടിലമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡേ ക്യാൻഡിൽ എടുക്കുമ്പോൾ ഒരു ട്രെൻഡിങ് അപ്പമാണ് ബാങ്ക് നിഫ്റ്റി. ട്രെൻഡിങ് അപ്പായ ഒരു പ്രൊഫൈലാണ്. ഈ ബാങ്ക് നിഫ്റ്റിക്ക് POC താഴെയാണ്. കഴിഞ്ഞ പ്രാവശ്യം ട്രെൻഡിങ് ഡൗൺ ആയിരുന്നു, ഈ പ്രാവശ്യം ട്രെൻഡിങ് അപ്പ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഭീമന്മാർ അടിയുണ്ടാക്കി ഫൈറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ് കഴിഞ്ഞു പോയ ആഴ്ചയിൽ സംഭവിച്ചത്. 54,627 ഭാഗത്താണ് ബാങ്ക് നിഫ്റ്റിയുടെ POC വന്നിരിക്കുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് അവൻ എയിം ചെയ്യുന്നത് ഈ ഒരു വാല്യൂയുടെ ഭാഗത്തും ഈ 55 42 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ എങ്ങോട്ട് പോകും ബാങ്ക് നിഫ്റ്റി ഈ 56,000 മുകളിലും അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 56,400 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റി കൂടുതൽ ഇല്ല. തിരിച്ച് നമ്മൾ ബാങ്ക് നിഫ്റ്റി 55,288 അകത്തേക്ക് വരികയാണെങ്കിൽ ഈ POCയുടെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേർഷൻ തരാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് വളരെയധികം കൂടുതലാണ്. മിഡ് ക്യാപ്പ് കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂട്രൽ എക്സ്ട്രീം അപ്പായിരുന്നു. മിഡ് ക്യാപ്പ് ന്യൂട്രൽ എക്സ്ട്രീം അപ്പ് ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നിട്ട് 520 ഭാഗത്ത് ഒരു ഫെയിൽഡ് ഓപ്ഷൻ തന്നു. അത് പ്രകാരം മിഡ് ക്യാപ്പിന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 12,910 ഭാഗത്തേക്ക് ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ
ഈ ഒരു പി യു സിയുടെ ഭാഗത്തേക്ക് ഒരു മെയിൻ റിവേർഷൻ തരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഈ നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും മിഡ് ക്യാപ്പ് ആയാലും പി യു സി താഴെയാണ്. 12,593 ആണ് മിഡ് ക്യാപ്പിന്റെ പി യു സി. ബാങ്ക് നിഫ്റ്റിയുടെ പി യു സി 54,627 വീക്കിലി പി യു സി ആണ്. നിഫ്റ്റിയുടെ പി യു സി 24,656. ചുരുക്കി പറഞ്ഞാൽ ഈ പി യു സിയുടെ ഭാഗത്തേക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് ഒരു ബൈയിങ് മാർക്കറ്റ് കഷ്ടകാലത്തിന് വല്ല വരെയാണെങ്കിൽ നല്ല രീതിക്ക് പൊസിഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരവും കൂടെ ആയിരിക്കും നമുക്ക് ഈ വരാൻ പോകുന്ന വീക്കിൽ സംഭവിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ് നിഫ്റ്റിക്കും ഒരു അപ്വേർഡ് മൊമെന്റം ജേർണി സ്റ്റിൽ മാർക്കറ്റിൽ ലെഫ്റ്റ് ആണ്. അത് തരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലുമാണ്. നമുക്കിനി ഒരു ഡെയിലി ഇനി കുറച്ച് ന്യൂസിന്റെ കാര്യങ്ങളിലേക്ക് പോകാം. ചുരുക്കി പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന എക്കണോമിക് കലണ്ടർ പ്രകാരം നമ്മുടെ ഈ തിങ്കളാഴ്ച നമ്മുടെ നിഫ്റ്റിയുടെ ഒരു എന്തുവാണ് ഒരു നിഫ്റ്റിക്ക് ഒരു സർവീസ് നമ്മുടെ ഗ്ലോബൽ സർവീസസ് PMIയും നമ്മുടെ മാനുഫാക്ചറിങ് PMIയുടെയും റിപ്പോർട്ട് ഈ വരാൻ പോകുന്ന തിങ്കളാഴ്ച കാലത്ത് 10:30 മണിക്ക് വരും. അപ്പൊ ഈ ഒരു ഡേറ്റ പോസിറ്റീവായ രീതിക്ക് വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് നല്ലൊരു, കാരണം സർവീസസ് PMI കൂടുമ്പോൾ TCS അങ്ങനെയുള്ള പല കമ്പനികളിലെയും പോസിറ്റീവ് റിസൾട്ട് കൂടും. അപ്പം അത് അവർ ഔട്ട്പുട്ട് കൂടുന്നു. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ സംബന്ധിച്ച് മാർക്കറ്റിനെ സംബന്ധിച്ച് അത് ന്യൂസ് പോസിറ്റീവാണ്. ഈ വരാൻ പോകുന്ന ക്വാർട്ടർ റിസൾട്ടിനെ അത് ബാധിക്കുന്ന രീതിയിലൊക്കെ വരുന്ന ന്യൂസ് ആയിരിക്കും. അതുകൊണ്ട് ആ ന്യൂസ് നല്ല രീതിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ അടുത്ത ബുധനാഴ്ച നമ്മുടെ വൈകിട്ടാകുമ്പോൾ അമേരിക്കൻ മാർക്കറ്റിൽ നമ്മുടെ ഇയാൾ സംസാരിക്കുന്നുണ്ട്. ഫെഡറലിന്റെ വൈസ് ചെയർ ഫോർ സൂപ്പർവിഷൻ ആയ ബാർ സ്പീക്ക് ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും അയാൾ പറയുന്നു, കൊനസ്റ്റ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഡേറ്റ ലീക്ക്, അതായത് ഇപ്പൊ അമേരിക്കൻ മാർക്കറ്റൊക്കെ ഷട്ട് ഡൗൺ, അമേരിക്കൻ ഗവൺമെന്റ് ഷട്ട് ഡൗണിലാണ്. ഇപ്പൊ ഈ ഷട്ട് ഡൗൺ ആകുന്ന സമയത്ത് ഡേറ്റകളൊക്കെ വരുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഈ ആഴ്ച നോക്കണം. കാരണം ഡേറ്റ ഇഷ്ടം പോലെ റിലീസ് ചെയ്യേണ്ട ഈ ആഴ്ച. അതെല്ലാം ഡിലേ ആവണമെങ്കിൽ അമേരിക്കൻ മാർക്കറ്റിൽ ഒരു അൺസർട്ടനിറ്റി ഫീൽ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അത് നമ്മുടെ മാർക്കറ്റിനെ വേണമെങ്കിൽ നെഗറ്റീവായിട്ടും ബാധിക്കാം, പോസിറ്റീവായിട്ടും ബാധിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ന്യൂട്രലായിട്ട് ബാധിക്കില്ല, നെഗറ്റീവും ആവും പോസിറ്റീവും ആവും. ന്യൂട്രലിന്റെ ചാൻസ് വളരെ കുറവായ സംഗതിയാണ് ഈ ന്യൂസ് ബേസ് പറയുമ്പോൾ. പിന്നെ അടുത്ത ആഴ്ചയിൽ നമുക്ക് വേറെ ന്യൂസ് ഉള്ള ഈ 9-ാം തീയതി നമ്മുടെ TCSന്റെ റിസൾട്ട്, ടാറ്റ എൽഎക്സി അല്ലെങ്കിൽ TCS IT-യുടെ ഭീമനായ നിഫ്റ്റിയുടെ ആദ്യത്തെ സ്റ്റോക്കായ നിഫ്റ്റിയിലെ ആദ്യ റിസൾട്ട് പറയാവുന്ന സ്റ്റോക്കായ TCSന്റെ റിസൾട്ട് വരാൻ പോകുന്നത് ഈ വരുന്ന 9-ാം തീയതിയാണ്, വ്യാഴാഴ്ച. 9 എന്ന് പറയുമ്പോൾ എന്താണ്, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ വ്യാഴാഴ്ച. അപ്പം വെള്ളിയാഴ്ച അതിന്റെ ഒരു ഇമ്പാക്റ്റ് ഉള്ള മൊമെന്റും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ മാർക്കറ്റിൽ സംഭവിക്കുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് ന്യൂസുകളും കാര്യങ്ങളൊക്കെ ഉള്ള സംഭവബഹുലമായ ഒരു വീക്കാണ് ഈ വരാൻ പോകുന്ന സെക്കൻഡ് വീക്ക് ഓഫ് ഒക്ടോബർ നമ്മുടെ മാർക്കറ്റിലുള്ളത്. അപ്പൊ എൻ്റെ ഒരു ഓവറോൾ മാർക്കറ്റിന്റെ വ്യൂ ആണ്. ഇച്ചിരി ദിവസത്തിന്റെ റിസൾട്ട് പോസിറ്റീവായിട്ട് വന്നു, പോസിറ്റീവ് അല്ല, അഡ്വാൻസ് തന്നിരിക്കുന്നത് പോസിറ്റീവ് ആയിരുന്നു. ഈ റിസൾട്ട് വരാൻ പോകുന്നു. ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ വ്യക്തമായി മാർക്കറ്റ് നോക്കി അതനുസരിച്ച് ട്രേഡ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുക. ഇനി നമുക്ക് നോക്കേണ്ടത് നേരെ പോവാം. നമുക്ക് ഇനി ആദ്യം മിഡ് ക്യാപ്പിന്റെയും നമുക്ക് വീക്കിലി പറഞ്ഞല്ലോ, ഇനി നമുക്ക് ഡെയിലി ഉള്ള അനാലിസിലേക്ക് പോവാം. സോ മിഡ് ക്യാപ്പ് ഒരു നോർമൽ വേരിയേഷൻ അപ്പ് വീക്കാണ്. ഇന്നലെ ഈ ഇത്രയും ദിവസത്തെ ഒരു ബാലൻസ് ഫോർമേഷന് ശേഷം ആശാൻ ആദ്യമായിട്ട് ഒരു ബ്രേക്ക്ഔട്ട് തന്ന ബ്രേക്ക്ഔട്ടിൽ ആ ഒരു റേഞ്ച് പൊട്ടി. എന്നാൽ ഈ ഒരു ഭൂതത്തിന്റെ 12,821 എന്ന് പറഞ്ഞ ഈ ഒരു ഭൂതത്തിന്റെ കഴിഞ്ഞ തിങ്കളാഴ്ച വന്ന ആ ഭൂതത്തിന്റെ കെട്ടുവിട്ട് പോയിട്ടുമില്ല. ഈ ഒരു റേഞ്ചിന് അപ്പർ സൈഡിൽ ഒരു ബാലൻസ് ഫോർമേഷൻ വന്നു. പക്ഷെ അത് ലാസ്റ്റ് മിനിറ്റിൽ ഒരു ബുള്ളിഷ് മൂവ്മെന്റ് വന്ന് അവനൊരു നോർമൽ വേരിയേഷൻ അപ്പായിട്ടാണ് ഡേ പ്രൊഫൈൽ വന്നിരിക്കുന്നത്. POS നിൽക്കുന്ന 12,741 ഭാഗത്താണ് POS നിൽക്കുന്നത്. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചുള്ള POS നമുക്ക് ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. 12,741 POS. ഞാൻ ആ POS തൊട്ടൊന്ന് മുകളിലോട്ട് കൊണ്ടുപോകാം. 12,741 ആണ് നമ്മുടെ POS. അതിനൊന്ന് ഞാൻ കൊണ്ടുവന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ബുള്ളിഷ് മൊമെന്റം എങ്ങോട്ടായിരിക്കും, അത് നമുക്ക് വ്യക്തമായിട്ട് നോക്കണം. സോ മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഇനി ബൈയിങ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ 12,823 മുകളിലെ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. എത്രയാണ്? 12,820 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ബൈ എടുക്കാം. ആ ബൈ ഫസ്റ്റ് എങ്ങോട്ട് പോകും? ഈ ഒരു വാല്യൂ ഏരിയയുടെ ഭാഗത്തേക്ക് പോകും. 12,877 12,877 ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഈ POC 12,913 ഭാഗത്തേക്ക്, എത്രയാണ്? 12,913 12,913 ഭാഗത്തേക്ക് പോകാനും, അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഈ POC 12,970 എത്രയാണ്? 968 12,968 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വളരെ കൂടുതലായിരിക്കും. ഇതാണ് അപ്വേർഡ് ആയിട്ടുള്ള ഒരു ലെവല്. ഇനി സെല്ലിംഗ് എന്ന് പറയുമ്പോൾ 12,675 താഴെ ഒരു സെല്ലിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ബെയറിഷ് റെഫറൻസ് 12,675 ഭാഗത്തേക്ക് ഞാനൊന്ന് ലിഫ്റ്റ് ചെയ്തു.
അത് ഫസ്റ്റ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ 12,593 എന്ന് പറഞ്ഞ നമ്മുടെ POC, ആ ഒരു കഴിഞ്ഞ ദിവസം റേഞ്ചിന്റെ POC ആയ 12,593 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലോ 12,000 എത്രയാണ് 12,525 12,525 ഭാഗത്തേക്ക് വരാം. 12,525 ഭാഗത്തേക്കും. തേർഡ് 12,480 12,480 ഭാഗത്തേക്ക് വരാം. ചുരുക്കി പറഞ്ഞാൽ 675 പൊട്ടയാണെങ്കിൽ ഒരു സെല്ലിങ് സ്റ്റാർട്ട് ചെയ്ത് 593, 525, 480 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായിരിക്കും. ഇനി ബാങ്ക് നിഫ്റ്റി നല്ലൊരു മൊമെന്റം കഴിഞ്ഞ ഒരാഴ്ച ട്രെൻഡിങ് അപ്പായ ഒരു വീക്കാണ് ബാങ്ക് നിഫ്റ്റി. നല്ല രീതിയിൽ മാർക്കറ്റ് കയറിപ്പോയ ഒരു വീക്കായിരുന്നു ബാങ്ക് നിഫ്റ്റി അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ. ബാങ്ക് നിഫ്റ്റിക്ക് വീണ്ടും ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ വന്നിരിക്കുന്നു. ഇപ്പം ഓപ്പൺ ഓപ്ഷൻ പി ഷേപ്ഡ് പ്രൊഫൈൽ ഒരു നോർമൽ ഡേ ആണ്. ഇനി ബൈ എന്ന് പറഞ്ഞാൽ 55,600 മുകളിൽ ഞാൻ ഇനി ബൈ എടുക്കുന്നത് 55,600 മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ ഞാനൊരു ബൈ എടുക്കുന്നുള്ളൂ. POC നിൽക്കുന്ന 55,488 ഭാഗത്താണ്. POC 55,488 ഭാഗത്താണ് POC നിൽക്കുന്നത്. ഇനി ഒരു കാര്യം ഓർത്തോളുക, ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പിന്നെ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ 55,160 താഴെ സെല്ലിംഗ് ആണ്. എത്രയാണ് 55,160 താഴെ സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യും. ആ സെല്ലിംഗ് ഫസ്റ്റ് 55,044 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാം. 55,044 ഭാഗത്തേക്ക് വരാം. സെക്കൻഡ് ടാർഗറ്റ് 54,900 ഭാഗത്തേക്ക് വരാം. S2 എന്ന് പറയുമ്പോൾ 54,900 വരാനും. S3 എന്ന് പറയുമ്പോൾ ഈ ഒരു POC 54,655 ഭാഗത്തേക്ക് വരാം. 54,655 ഭാഗത്തേക്ക് വരാം. അപ്പോൾ ഡൗൺവേർഡ് മൊമെന്റം ഈ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി 55,600 പൊട്ടിയാൽ എങ്ങോട്ട് പോകും? ഫസ്റ്റ് ഈ POC 55,765 അഥവാ 55,765 ഭാഗത്തേക്ക് 55,765 ഭാഗത്തേക്ക് വരും. അതിന് മുകളിൽ ഒരു അപ്പോർഡ് പഴയ ലെവലാണ്. സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 55,900 അത്രയാണ്. 55,900 ഭാഗത്തേക്കും 55,900 എന്ന് പറഞ്ഞ ഭാഗത്തേക്കും. തേർഡ് എന്ന് പറയുമ്പോൾ 56,076 56,076 എന്ന് പറഞ്ഞ ആ ഒരു പഴയ ഒരു POCയുടെ ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ അപ്പോർഡ് മൊമെന്റം സ്റ്റാർട്ട് ചെയ്യുന്നത് 55,600 മുകളിലാണ്. അത് നമ്മുടെ ഈ പറഞ്ഞ ടാർഗറ്റുകളൊക്കെ തരാനുള്ള ചാൻസ് ബാങ്ക് നിഫ്റ്റിക്ക് വളരെയധികം കൂടുതലായിരിക്കും. ഒരു പ്രത്യേകിച്ച് ഒരു പി ഷേപ്ഡ് പ്രൊഫൈൽ ആവുന്നതുകൊണ്ട് അതിന് മുകളിൽ നിൽക്കണമെങ്കിൽ ഹെവി ഷോർട്ട് കവറിംഗ് റാലി വീണ്ടും വരാനുള്ള ചാൻസ് മാർക്കറ്റിൽ കൂടുതലായിരിക്കും. ഇനി നമ്മുടെ നിഫ്റ്റി ആശാലാണ് 25,100 വരേണ്ടത്. അവ വരും. കാരണം കഴിഞ്ഞ ആഴ്ച FA ആയതുകൊണ്ട് ചാൻസ് വളരെ കൂടുതലാണ്. നിഫ്റ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ എനിക്ക് ഈ ഒരു 24,920 മുകളിൽ ഞാൻ ഇനി ബൈ എടുക്കുന്നുള്ളൂ. എത്രയാണ് നിഫ്റ്റിയിൽ ഇനി ബൈ എന്ന് പറയുമ്പോൾ 24,920 മുകളിൽ മാത്രമേ ഒരു ബൈ ഉള്ളൂ. എത്രയാണ് 24,920 മുകളിൽ നിഫ്റ്റിയിൽ ബൈ എടുക്കാം. ആ ബൈ ഫസ്റ്റ് ടാർഗറ്റ് ഈ POC നമ്മുടെ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ 25 സെപ്റ്റംബറിലെ POC ആയ 24,998 ഭാഗത്തേക്ക് വരാം. എത്രയാണ് 24,998 ഭാഗത്തേക്ക് വരാനും. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അടുത്തത് 25,050 ഭാഗത്തേക്ക്. സെക്കൻഡ് ടാർഗറ്റ് എത്രയാണ് 25,050 ഭാഗത്ത് 25,050 ഭാഗത്തേക്കും. തേർഡ് എന്ന് പറയുമ്പോൾ ബിഗ് റൗണ്ട് നമ്പറിൽ ഒരു പാർട്ട് വരുന്ന 25,100 25,100 ഇങ്ങനെയാണ് ഞാൻ 25,100 വരും എന്ന് പറഞ്ഞ സാധനം. 25,100 വരെയുള്ള ചാൻസ് വളരെയധികം മാർക്കറ്റിൽ കൂടുതലാണ്. ഇനി സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇനി സെല്ലിംഗ് എടുക്കുന്നത് 24,760 താഴെ സെല്ലിംഗ് എടുക്കും. എത്രയാണ് 24,760 താഴെ സെല്ലിംഗ് എടുക്കും. നമ്മുടെ POC വന്നേക്കുന്നത് 24,821 ഭാഗത്താണ് POC. സോ ഞാൻ POC ഒന്ന് മാർക്ക് ചെയ്തു. 24,821 ആണ് POC. 760 താഴെ സെല്ലിംഗ് വരും. ഫസ്റ്റ് നമുക്ക് 709 ആ സിംഗിൾ പ്രിന്റ് ഫില്ല് ചെയ്യാൻ വരും. എത്രയാണ് 709 24,709 ഭാഗത്തേക്ക് വരും. അതിന് താഴെ അടുത്തത് 24,656 24,656 24,656 വരാം. തേർഡ്
ഈ 24,587 എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ POC ഏതാണ് നമ്മൾ ഏത് POC അല്ല FA പോയിന്റ്, ആ FA പോയിന്റ് കൂടെ ടെസ്റ്റ് ചെയ്യാനുള്ള ചാൻസും നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും. സോ ഇതാണ് എന്റെ എന്താണ് ഈ വരാൻ പോകുന്ന വീക്കിലെ വ്യൂ ആദ്യം ഞാൻ പറഞ്ഞു, പിന്നെ ഡെയിലി വ്യൂ ഞാൻ കൃത്യമായിട്ട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. സോ എല്ലാവരും കൃത്യമായിട്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ മെന്ററിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ തമിഴിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഫസ്റ്റ് ക്ലാസ് തുടങ്ങാൻ പോവുകയാണ് ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ. നമ്മൾ ഇൻഡക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ, പുതിയ ഒക്ടോബർ പൂജ ബാച്ചിന്റെ. അതിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ തമിഴിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി വീക്കെൻഡ് ടു ഓൾ ഓഫ് യു.